നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന 5 ഗ്യാരണ്ടികളൊന്ന് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു. എന്നാൽ ആ സൗജന്യ യാത്രാ ഗ്യാരണ്ടി പാലിക്കാൻ വേണ്ടി UDFന് വലിയ കടമ്പയാണ് കടക്കേണ്ടി വരിക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ വാഗ്ദാനങ്ങൾ പാഴായിപ്പോയി എന്ന തരത്തിൽ വിമർശനം വരും. ഇനി നടപ്പിലാക്കി കഴിഞ്ഞാൽ മറ്റ് വലിയ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന വാഗ്ദാനം കേരളത്തിൽ നടപ്പിലാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് വ്യക്തം. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആസ്തി KSRTCക്ക് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KSRTCയെ കൊണ്ട് അത് താങ്ങാനാകുന്നതിൽ അപ്പുറത്തേക്കാണ്. KSRTCക്ക് സർക്കാർ നൽകേണ്ടി വരിക ഏകദേശം 90 കോടി രൂപയായിരിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഓർഡിനറി ഫസ്റ്റ് ക്ലാസ് ബസ്സുകൾക്ക് മാത്രമായി സൗജന്യ യാത്ര ചുരുക്കിയാലും 60 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാനായി ഖജനാവിൽ നിന്ന് 50 കോടി രൂപ മാസം തോറും അനുവദിക്കുമ്പോൾ പുതിയ സർക്കാരിന് മുന്നിൽ ഇതൊരു വലിയ ബാധ്യതയാകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. വോട്ടുകൾ പെട്ടിയിലെത്തിക്കാൻ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളിൽ പ്രധാനങ്ങളായിട്ടുള്ള ഒന്നായ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പാളിപ്പോകുന്നു എന്ന് ചുരുക്കം. അധികാരത്തിൽ UDF എത്തിയെങ്കിലും ഇനി പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. പണം എവിടെ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് UDF ഉത്തരം മുട്ടുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. 3 ദിവസം മുമ്പ് തന്നെ KSRTC ഇതിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുപ്പായിരുന്നു ആദ്യം KSRTCയുടെ ഭാഗമായി നടത്തിയത്. യാത്രക്കാരിൽ 55-നും 60-നും ശതമാനത്തിനിടയിലുള്ള ആളുകൾ സ്ത്രീകളാണെന്നാണ് ആ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. എല്ലാതരം ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പാക്കണമെങ്കിൽ 90 കോടി രൂപയെങ്കിലും KSRTCക്ക് നൽകേണ്ടി വരുമെന്നാണ് പ്രാഥമിക നിഗമനം. ഫസ്റ്റ് ക്ലാസ്, സൂപ്പർ ഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി യാത്ര ചുരുക്കിയാൽ പോലും 60 കോടി രൂപ UDF കണ്ടെത്തേണ്ടതുണ്ട്. ടിക്കറ്റ് മെഷീനിൽ ലിംഗവ്യത്യാസം രേഖപ്പെടുത്തിയുള്ള പ്രക്രിയ പൂർത്തിയായാൽ മാത്രമേ അന്തിമ കണക്ക് പുറത്തു വരികയുമുള്ളൂ. നിലവിൽ സർക്കാരിന്റെ ഔദാര്യത്തിലാണ് KSRTCയുടെ സർവീസ്. ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാനില്ലെന്ന് പറഞ്ഞ് മാസം 80 കോടി രൂപ കഷ്ടിച്ച് കണ്ടെത്തുന്ന സർക്കാർ ഖജനാവിൽ നിന്ന് മാസം തോറും കിട്ടുന്ന 50 കോടി രൂപ കൂടി കൊണ്ടാണ് ശമ്പളം നൽകി വരുന്നത്. ഇതിന് പുറമെയാണ് ഈ സൗജന്യ യാത്രയുടെ ഭാരവും KSRTC ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ UDF വാഗ്ദാനം KSRTCക്ക് തലവേദനയാകുന്നു എന്ന് ചുരുക്കം. സൗജന്യ യാത്രയോടെ KSRTCയുടെ ദിവസ വരുമാനത്തിലും കാര്യമായ ഇടിവ് വരാനാണ് സാധ്യത. ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണം ശരാശരി 21 ലക്ഷത്തോളമാണ്. 8 കോടി രൂപയാണ് ദിവസേന ഇക്കണക്കിൽ ടിക്കറ്റ് വരുമാനമുള്ളത്. വരുമാനത്തിന്റെ പകുതി ചെലവാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിനോടൊപ്പം തന്നെ പകുതി ചെലവ് ഡീസൽ അടിക്കാൻ പോകുകയും ചെയ്യും. സൗജന്യ യാത്രയിലൂടെ ചുരുങ്ങിയത് 3 കോടി രൂപയെങ്കിലും ദിവസ വരുമാനത്തിൽ കുറവ് വരുമെന്നാണ് സൂചന. സ്ഥിരം ജീവനക്കാർക്ക് അടുത്ത കാലത്ത് എല്ലാ മാസവും 5-ന് മുൻപ് ശമ്പളം നൽകുന്ന സാഹചര്യമാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ പറയുന്ന രീതിയിൽ ജീവനക്കാരെ വീണ്ടും താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയായിട്ട് UDFന്റെ ഈ സൗജന്യ യാത്ര മാറുമെന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങൾ 2025 മെയ് മാസത്തിന് ശേഷം കുടിശ്ശികയായി നിൽക്കുകയാണ്. ദിയ കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് അടുത്തിടെ 7% വർദ്ധിപ്പിച്ചുകൊണ്ട് നടപടിയെടുത്തത്. വായ്പാ പലിശ ബാധ്യതകൾ വേറെയും KSRTCക്കുണ്ട്. സൗജന്യ യാത്രയുടെ പണം ഏതെങ്കിലും ഘട്ടത്തിൽ മുടങ്ങിയാൽ KSRTCയുടെ നടു ഒടിയുമെന്നുള്ളതാണ് ഈ കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്യാരണ്ടിയിൽ നിന്ന് പിന്നോട്ട് പോയാൽ നാണക്കേടാകും എന്നുള്ള രീതിയിൽ എത്തുമ്പോൾ UDF എന്ത് തീരുമാനം എടുക്കും എന്നത് കാത്തിരുന്ന് കാണണം. കണക്കുകൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് KSRTC വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു എന്നാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ് ഉടമകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്ന ആളുകൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ചേട്ടാ, ഈ സൗജന്യ യാത്ര അതെങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്വീകാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് ഓടുന്നത്. കാരണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഓടുന്ന ഒരു റൂട്ടിൽ തന്നെ ഏതാണ്ട് നമ്മുടെ കൂടെ മത്സരിച്ച് ഓടാനായിട്ട് 10-12 വണ്ടികളുണ്ട്. നമ്മുടെ അതിനിടയ്ക്ക് കൂടി കഷ്ടിച്ചൊക്കെയാണ് ഓടുന്നത്. ഇപ്പൊ തന്നെ ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമുക്ക് പെർമിറ്റ് ഇല്ലാത്ത വഴി കൂടെ പോകുന്ന റൂട്ട് വേരിയേഷൻ ചെയ്ത് വണ്ടി ഓടുന്നുണ്ടാക്കി.
അപ്പൊ അത് പറയുന്ന ഇപ്പൊ ന്യൂസുകാരാണെങ്കിലും മീഡിയക്കാരാണെങ്കിലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിങ്കളും ബുധനും വെള്ളിയും വരുന്ന ഈ വന്ദേ ഭാരത് എന്നൊരു ട്രെയിൻ ഉണ്ട്. അപ്പൊ ഈ വണ്ടി കരമന റൂട്ട് ഓടുന്ന വണ്ടിയാണ്. ഈ വന്ദേ ഭാരത് ട്രെയിൻ വന്നു കഴിഞ്ഞാല് ഏകദേശം അരമണിക്കൂറോളം കിള്ളിപ്പാലം തൊട്ട് തമ്പാനൂര് ഈ ഓവർബ്രിഡ്ജ് കിഴക്കേക്കോട്ട വരെ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് താണ്ടി നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത റൂട്ട് പോകാനുള്ള ടൈം കഴിഞ്ഞു. പിന്നെ നമ്മൾ കാലിക്ക് ഇവിടുന്ന് വണ്ടി ആളില്ലാതെ കാലിക്ക് ടൈം പിടിച്ച് അവിടെ ചെന്ന് ഓടിയെടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് റിട്ടേൺ എങ്കിലും ഓടി വരാൻ പറ്റൂ. അത്രയും ഡീസൽ ചാർജ്, നമ്മുടെ നഷ്ടം, ഇതെല്ലാം പോയിട്ട് അടുത്ത ആ റൂട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേനും തിരിച്ച് ഈ വണ്ടി ഇപ്പോൾ വരുന്നത് പോങ്ങമ്പോട് നിന്നാണ് വരുന്നത്. പോങ്ങമ്പോട് നിന്ന് വരുമ്പോഴത്തേനും ഏതാണ്ട് 12-15ഓളം KSRTC ആണ് അറ്റ സമയം കിഴക്കേക്കോട്ട പോകുന്നത്. ഇതിനിടയിൽ കൂടി കിഴക്കേക്കോട്ട വണ്ടി ഞങ്ങൾ കിഴക്കേക്കോട്ട പോകുമ്പോഴത്തേനും ഞങ്ങൾക്ക് നിസ്സാരം ടിക്കറ്റാണ് കിട്ടുന്നത്. ഇത്രയും വലിയ വണ്ടി, ഇത്രയും സീറ്റിംഗ് ഉള്ള വണ്ടിയിൽ ഒരു 5 പേരെ കൊണ്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അതിന് പുറമെ ഇനിയിപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൂടെ കൊടുക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും സ്ത്രീകളെല്ലാവരും അതിൽ തന്നെയാണ് കാണാൻ സാധ്യത. ഈ പൊതുവെയുള്ള യാത്രക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണോ? 100-75% യാത്രക്കാർ സ്ത്രീകൾ തന്നെയാണ്. അത് പുരുഷന്മാരില്ലെന്നല്ല, എന്നാലും ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിലും ആശ്രയിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളൊരു ബദൽ മാർഗം സ്വീകരിക്കുന്നത്? ഈ ടിക്കറ്റ് നിരക്ക് കൂട്ടാനാണോ കുറയാനാണോ സാധ്യത? അതൊക്കെ നമ്മളല്ല തീരുമാനിക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഓടുന്നത് പോലെ തന്നെ ഓടും. പിന്നെ നമുക്ക് വരുന്ന പാസഞ്ചേഴ്സ് നമ്മുടെ സ്ഥിരം പാസഞ്ചേഴ്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്ഥിര യാത്രക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പൊ സൗജന്യം ഇപ്പൊ വേണമെങ്കിലും സൗജന്യ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി കയറും ആ വണ്ടി കയറും, സ്വാഭാവികമായിട്ടും അതിലേക്ക് കയറുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ പോലുള്ളവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാവും. കാരണം ലോണ്, പ്രാരാബ്ദം, കുടുംബം, ഇതൊക്കെ ഞങ്ങൾക്ക് കുടുംബം ഉള്ളതാണ്. അപ്പോൾ അത് ഓടിക്കുന്നവർക്ക് മാസ ശമ്പളം വരുന്നത് പോലെയല്ല നമുക്ക് വരുന്നത്. നമുക്കിത് ഓടിയാലേ ശമ്പളം കിട്ടും. അവർക്ക് ആളെ കയറ്റിയില്ലെങ്കിലും അവർക്ക് മാസമാകുമ്പോഴത്തേന് ശമ്പളം വരും. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ആളെ എടുത്ത് നമ്മൾ ഓടിയാൽ മാത്രമേ നമുക്ക് ശമ്പളം കിട്ടൂ. അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആശങ്ക മാത്രമല്ല, ബുദ്ധിമുട്ട് ഇപ്പൊ നിലവിലുള്ളതിനേക്കാൾ ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. എന്തായാലും അത് ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ഒരു ഇതായിട്ട് മാറുന്ന അവസ്ഥയിലോട്ട് പോകുമെന്നാണ് തോന്നുന്നത്. കണ്ടു കാണാം. ഇതിനു മുമ്പ് 2014 ഇതുപോലെ ഒരു സംഭവം വന്നിട്ടുള്ളതാണ്, സൗജന്യ യാത്ര. അതും എത്രത്തോളം പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ കണ്ടു കാണാം, ബാക്കിയെല്ലാം കണ്ടു കാണാം. എല്ലാം പുതിയ സർക്കാരിൻ്റെതല്ലേ, നോക്കാം. ഓക്കെ. അതായത് ഇതും ഒരു അതിജീവനത്തിന്റെ കഥയായി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പറയുന്നത് പോലെ പ്രൈവറ്റ് ബസ്സിലുള്ള ആളുകളും അവർക്കും കുടുംബവും ജീവിതവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഫ്രീ സർവീസ്, സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ അത്തരത്തിലൊരു നയം കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകാർക്ക് അവരെ കൂടെ പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പൊതുവെ ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ജനങ്ങളെ ഇനി ബാധിക്കുക എന്ന് കൂടെ അറിയേണ്ടതുണ്ട്. വെല്ലുവിളിയാവില്ല, KSRTC വെല്ലുവിളിയാവും. അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴേ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക്. ഇനി ഇത് എല്ലാ ഒട്ടുമുക്കാൽ 90% ലേഡീസാണ് യാത്രക്കാർ. ഇപ്പൊ പൊതുവിലും പണ്ടത്തെ പോലെ അല്ല. എല്ലാ വീട്ടിലും എല്ലാവരും പണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകില്ല, വീട്ടിലുള്ള ആണുങ്ങളെ ജോലി പോകും. ഇപ്പൊ അതല്ല, ഇപ്പം കൂടുതൽ ലേഡീസാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ യാത്രക്കാരിൽ ഭൂരിഭാഗം ലേഡീസാണ്. അപ്പൊ അവരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം ലേഡീസ് കയറായിരിക്കില്ല. കാര്യം അവരെ സമയത്ത് നോക്കി അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ട്രാൻസ്ഫർ കാണില്ല. ഇപ്പൊ ലാഭം നോക്കി ഇരിക്കാൻ പറ്റില്ല അവർക്ക്. അല്ല, സ്ത്രീകൾ പൊതുവെ ലാഭം നോക്കി ഈ പൈസ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് നോക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരുണ്ട്. എങ്കിലും അവരിപ്പോ രാവിലെ ജോലിക്ക് പോകും. ജോലിക്ക് ഇപ്പൊ 9 മണിക്ക് പഞ്ചിങ് ആണ്. ഈ 9 മണിക്ക് പഞ്ചിങ് ചെയ്തില്ല, അല്ലെങ്കിൽ 10 മണിക്ക് പഞ്ചിങ് ആയിരിക്കും. ആ പഞ്ചിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ശമ്പളം കിട്ടില്ല. അപ്പം KSRTC നല്ല തിരക്കിലായിരിക്കും. കാട്ടാടുന്നായാലും നിലമ്പങ്ങാടുന്നായാലും നല്ല തിരക്കിലായിരിക്കും വരുന്നത്. അപ്പം വണ്ടി ലേറ്റാവും, അവർക്ക് ഈ ജോലി കയറാൻ പറ്റില്ല. അപ്പം ഹാഫ് ഡേ ശമ്പളം പോകും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു മാസത്തിൽ ശമ്പളം പകുതി പോയി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സർവീസ് എങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സിനെ ബാധിക്കാൻ പോകുന്നത്? സർവീസ് എങ്ങനെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും യാത്രക്കാരെന്ന് വെച്ചാൽ കൂടുതലും സ്ത്രീകളാകുമ്പോഴത്തേക്ക് ഇതിനുള്ള ആൾക്കാർ കുറേയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ സർവീസ് വളരെ മോശമാണ്.
നേരത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്നതിന്റെ ബാലൻസ് പോലും ഇപ്പൊ ഇല്ല. നമ്മളിങ്ങനെ ഇതിലോട്ട് ആയിപ്പോയാണ്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്ന എന്താ പറയാൻ ആശങ്കയുണ്ടോ? ഓ ആശങ്കയുണ്ടോ? ആശങ്ക ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതിന് കണ്ടിന്യൂസ് നമുക്ക് പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മള് പ്രൈവറ്റുകാരെ തന്നെ, വേറൊന്നുമല്ല. നമ്മളിതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടിണിയാണ് ഡ്രൈവറും. മൊത്തത്തില് ഈ പ്രൈവറ്റ് മേഖല തന്നെ മൊത്തത്തില് പോവും. പരിഹാരം വേറൊന്നുമല്ല, മാക്സിമം ഇത് എത്ര കാലം എന്ന് വെച്ചാൽ പറ്റും. കാരണം KSRTC ഇത്രയും വർഷം ഈ പെണ്ണുങ്ങളെ വെച്ച് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റൂല. കണ്ടക്ടർ ശമ്പളം, ഡ്രൈവർ ശമ്പളം, ഡീസൽ ഇതെല്ലാം നോക്കണ്ടേ. നമ്മളെ ഇതിൽ നിന്ന് തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് നമ്മൾ എടുക്കുന്നത്.